ബിഗ് ബോസ് മലയാളം സീസൺ 7 അകത്തൊരു റോബോട്ട് ഉണ്ടായിരുന്നു. ആ റോബോട്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിനൊരു ആക്ടിവേഷൻ കീ വേണമായിരുന്നു. ഈ ആക്ടിവേഷൻ കീ കയ്യിലുള്ള ആരെങ്കിലും വന്ന് അതൊന്ന് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ആ വീടിനെ തന്നെ എടുത്ത് മറച്ചു വെക്കാൻ പറ്റുന്ന കഴിവുകളുള്ള ഒരു റോബോട്ടായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആക്ടിവേഷൻ കീയും കൊണ്ട് നമ്മുടെ അപ്പാനി ശരത്തും ടീമും കൂടെ ഈ റോബോട്ടിന്റെ അടുത്തേക്ക് പോകുന്നത്. വെറുതെ ഒരു മൂലയിൽ ഇരിക്കായിരുന്ന റോബോട്ടിന്റെ അടുത്ത് പോയി ആക്ടിവേഷൻ കീ അടിച്ച് അതിനെ അങ്ങ് ആക്റ്റീവ് ആക്കി. പിന്നീട് ബിഗ് ബോസ് വീട് കണ്ടത് സമാനതകളില്ലാത്ത റോബോട്ടിന്റെ പ്രകടനങ്ങളായിരുന്നു. പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ജിസേലിനെ കുറിച്ചാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാണ് ജിസേൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പാനിക്ക് ഒരു ഐഡിയ തോന്നിയത്, ആ ജിസേലിനെയും കൂടെ നമുക്കൊന്ന് കരയിപ്പിച്ചാലോ. രാവിലെ അനുവിനെ നമ്മുടെ ഷാനവാസും ടീമും കരയിപ്പിച്ചതുകൊണ്ട് അടുത്ത് നമുക്ക് ജിസേലിനെ ഒന്ന് ആക്ടിവേറ്റ് ആക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് ആക്റ്റീവ് ആക്കണം അത്രേ. ശരിയാക്കിക്കോ എന്നും പറഞ്ഞ് കൂട്ടത്തോടെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ജിസേൽ അങ്ങോട്ട് കയറി ആക്റ്റീവുമായി. ആക്റ്റീവ് ആക്കാൻ വേണ്ടി പോയ ആൾക്കാരെ പിന്നെ പരിസരത്ത് കാണാനില്ല. പിന്നെ അതാണ് സംഭവിച്ചത്. കുറെ സമയത്ത് അവർക്ക് സ്ക്രീൻ സ്പേസ് തന്നെ ഇല്ലായിരുന്നു. ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് കലങ്ങും. പിന്നീട് കുറെ നേരം ജിസേൽ മാത്രമായിരുന്നു. ഡാൻസ്, പാട്ട്, കൗണ്ടർ, വഴക്ക്, ഫൈറ്റ് എന്ന് വേണ്ട ഫുൾ ആക്റ്റീവ് മോഡിലാണ് ഇപ്പോൾ ജിസേൽ നിൽക്കുന്നത്. ഇവര് പോയിട്ട് ജിസേലിന്റെ അടുത്ത് പറഞ്ഞു, ജിസേൽ ഒട്ടും ആക്റ്റീവ് അല്ല, ജിസേൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്നൊക്കെ പോയിട്ട് പറഞ്ഞു. ഇത് കേട്ട ജിസേൽ എന്ത് ചെയ്തു, ആഹാ എന്നാ പിന്നെ ഇനി ആക്റ്റീവ് ആയിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഒടുക്കത്തെ ആക്റ്റീവായി. അതോടെ ഇവർ സൈഡ് ആവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇവരുടെ ഈ മെയിൽ കണ്ടസ്റ്റൻസ്, ഇവർക്ക് വാഴ വിളി പേടി കാരണം ഇവർ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് മാസ് ഇറക്കൽ പരിപാടിയാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും കേട്ടോ. ഇത് വന്ന് കയറിയ ഒരു സമയത്തുള്ളതാണ്. ശരിക്കും നല്ല പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ അപ്പാനി ശരത്താണെങ്കിലും ഷാനവാസ് ആണെങ്കിലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഗെയിമേഴ്സ് ആണ്. ചിലപ്പോൾ കയറി വന്നേക്കാം. പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ മാസ് കാണിക്കലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒച്ചയിടുക, വഴക്കുണ്ടാക്കുക. കാരണം പുറത്ത് വാഴ ഇമേജ് വരാൻ പാടില്ല. വാഴ ഇമേജ് പറഞ്ഞതിനേക്കാളും മാനക്കേട് വേറൊന്നുമില്ല എന്ന് ഇവർക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ പക്ഷേ വേറെ പലരും കയറി പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ ജിസേൽ. ഒരു ലെവലിൽ അങ്ങോട്ടൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരാളെ പിടിച്ചു നിർത്തി ഇല്ലാത്ത കണ്ടന്റ് എല്ലാം കൊടുത്ത്, ബാക്കി ഉണ്ടായിരുന്ന അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനും പിടിച്ച് കണ്ടന്റ് കൊടുത്ത് അവരെ എല്ലാം ആക്റ്റീവ് ആക്കി വിട്ടിട്ട് ഇവരിപ്പോൾ സൈഡായിരിക്കുകയാണ്. ഇവരെ ക്യാമറയെ കാണാൻ തന്നെ കിട്ടുന്നില്ല. അതാണ് ഇന്നത്തെ ലൈവിൽ സംഭവിച്ച വളരെ രസകരമായ ഒരു കാര്യം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.